ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമീസ് കുക്കിംഗ് ഭാഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസിയും ടേസ്റ്റിയുമായ ഒരു ചിക്കൻ ക്രിസ്പി സ്ട്രിപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. വീട്ടിലൊക്കെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആൻഡ് ഇൻസൈഡ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. കണ്ടോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചിക്കൻ സ്ട്രിപ്പാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇതിങ്ങനെ നീളത്തിൽ ബോൺലെസ് ആണ്. ഇങ്ങനെ സ്ട്രിപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. ഒരു ചെറിയ സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തീരെ സ്പൈസി ഇല്ലെങ്കിലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ചിക്കനിലേക്ക് കുറച്ച് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് അത്ര എരിവൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു എഗ്ഗാണ്. എഗ്ഗ് ബ്രേക്ക് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ മിൽക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഒരു 2 മിനിറ്റ് ഇത് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയാവും. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമ്മുടെ ബട്ടർ മിൽക്ക്. ഇനി ഈ ബട്ടർ മിൽക്ക് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ക്രിസ്പി ചിക്കൻ സ്ട്രിപ്സ് പൊരിച്ചെടുക്കാൻ. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. മസാലകൾ ഇടാനും ഇളക്കാനും യോജിപ്പിക്കാനും ഒക്കെ ഇവിടെ ആൾക്കാർ ക്യൂ ആണ്. മോളാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു തരുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 1 മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ 2 മണിക്കൂർ വെച്ചു. 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്കുള്ള കോട്ടിങ് തയ്യാറാക്കാം. കോട്ടിങ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. സ്പൈസി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി ചതച്ച് ഈ പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഇതുപോലത്തെ സീസണിങ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇറ്റാലിയൻ സീസണിങ്, ബേസിൽ, റോസ്മേരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെർബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല കൂട്ടുകളും ഉപ്പും ഒക്കെ ഈ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ ഫ്രൈ പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ട് വേഗം വരാം. അപ്പോൾ നമ്മുടെ കോട്ടിങ്ങിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് കോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം.
ഇനി ഇത് കുറച്ചും കൂടെ ക്രിസ്പിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ളൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ഡ്രെയിൻ ചെയ്ത ആ വെള്ളം ഉണ്ടല്ലോ, അത് കളയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഈ കോട്ട് ചെയ്ത ചിക്കൻ ഒന്നുകൂടെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. വീണ്ടും ഇതിൽ മൈദയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഡബിൾ കോട്ടിംഗ് ആയി. അപ്പോഴാണ് നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഔട്ടർ കവറിങ് കിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6-7 കഷ്ണം ഇതുപോലെ 2 പ്രാവശ്യം മൈദയിൽ കോട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് പൊരിക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത സെറ്റ് തയ്യാറാക്കിയാൽ മതി. എല്ലാം കൂടെ നേരത്തെ മാവ് ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓരോ ബാച്ചായിട്ട് പൊരിക്കുമ്പോൾ നമ്മൾ അടുത്ത ബാച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു എണ്ണ ചൂടാവാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓക്കെ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് 2 സൈഡും മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാം. കഴിഞ്ഞു പോകരുത്. ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ വെച്ച് ബെസ്റ്റ് ടേസ്റ്റ് ഗ്യാരൻറ്റീഡാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ ഞാൻ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. തണുത്താൽ ആ ക്രിസ്പിനെസ് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ മയണൈസും കെച്ചപ്പും ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ പൊരിച്ചു കൊടുത്താൽ മക്കൾക്കും നല്ല സന്തോഷമാവും. ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫീലിങ്സ് കിട്ടും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.